ജനപ്രിയ നയങ്ങളുമായി UDF സർക്കാർ മുന്നോട്ട് കുതിക്കാനൊരുങ്ങുമ്പോൾ കല്ലുകടിയായി ബസ് വ്യവസായ പ്രതിസന്ധി. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ബസ് ഉടമകൾ ഉന്നയിച്ചിരുന്ന ഇക്കാര്യം ഡീസൽ വില വർധനവോടെ മൂർച്ഛിച്ചിരിക്കുകയാണ്. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിൽ 65% സ്ത്രീകളാണ്. ഇവർ യാത്ര ചെയ്യാതാകുന്നതോടെ വരുമാനത്തിൽ വലിയ നഷ്ടമാണുണ്ടാവുക. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നതോടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പുരുഷന്മാരും സ്വാഭാവികമായും KSRTCയിൽ തന്നെ യാത്ര ചെയ്യും. ഇതോടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം സ്വകാര്യ ബസ് സർവീസ് നടത്തേണ്ട അവസ്ഥ വരുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ വാദം. ഈ തീരുമാനം മൂലം പൊതുഗതാഗത സംവിധാനം നശിപ്പിക്കപ്പെടുമെന്ന് വാദിക്കുന്നവരുമുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും സ്വകാര്യ ബസ്സുകൾ കുറവാണ്. കേരളത്തിൽ ധാരാളം സ്വകാര്യ ബസ്സുകളുണ്ട്. ഈ മേഖലയുടെ നടുവൊടിക്കുന്നതാവും KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര പ്രഖ്യാപനമെന്നും കേരളത്തിൽ ഇത് പ്രായോഗികമല്ലെന്നും സംഘടനകൾ പറയുന്നു. ഇതിനിടയിലാണ് ഇരട്ടടിയായി ഡീസൽ വില വർധനവുണ്ടായത്. ദിനംപ്രതി ഏകദേശം 350-400 രൂപയുടെ വർധനവാണ് ഓരോ ബസ് ഉടമയ്ക്കും ഡീസൽ വില വർധനവ് മൂലമുണ്ടായത്. സ്ത്രീകളുടെ സൗജന്യ യാത്രയും കൂടി വരുന്നതോടെ നികുതി, ഇൻഷുറൻസ്, അറ്റകുറ്റപ്പണി എന്നിവ മൂലം ഇതിനോടകം പ്രതിസന്ധിയിലായ ബസ് വ്യവസായ മേഖല പാടെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ബസ്സുടമകൾ ഭയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുമെന്നും കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പറയുന്നു. യാത്രാ സൗജന്യം UDF സർക്കാർ പുനഃപരിശോധിക്കണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത ഉടൻ സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സ്വകാര്യ ബസ് മേഖലയ്ക്ക് വേണ്ടി പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.